അനീതി വാഴുന്നൊരു കാലമാണ്. നീതി തോൽക്കുകയും നിഷ്കളങ്കരും സത്യസന്ധരുമൊക്കെ ആയിട്ടുള്ള ആൾക്കാർ പരാജയപ്പെടുകയും ചെയ്യുന്നൊരു കാലഘട്ടം. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ തന്നെയാണ് ഡോക്ടർ ഹാരിസ് ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. തൻ്റെ മുന്നിലുള്ള രോഗികളുടെ വേദന കാണാൻ കഴിയാതെ അവർക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകാനുള്ള ഉപകരണമില്ല എന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ ഒറ്റ കാരണത്തിൻ്റെ പിന്നിൽ പല തരത്തിലുള്ള വേട്ടയാടലുകൾക്കും അദ്ദേഹം ഇരയായിട്ടുണ്ട്. ആ ഇരയായതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇറ്റിയത്. ആ വേദന കേരളം മൊത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു വിജയത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാൻ സമൂഹത്തിന് സാധിച്ചിട്ടില്ല. ഏറ്റവും അവസാനം ചെറിയതായ രീതിയിലെങ്കിലും അദ്ദേഹത്തിന് ഈ ബ്യൂറോക്രസിയുടെ മുന്നിൽ തല താഴ്ത്തേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം. ആ വാക്കുകളാണ് ഇന്നലെ നാം വാർത്തകളിലൂടെ കേട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ എങ്ങനെയായിരുന്നു പരിഹരിക്കേണ്ടത്? ഒരു മനുഷ്യൻ തനിക്ക് ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. കാരണം അദ്ദേഹം സ്വന്തം വീട്ടിലേക്കുള്ള ഉപകരണത്തെക്കുറിച്ചോ സ്വന്തം സുഖസൗകര്യത്തെക്കുറിച്ചോ തനിക്ക് വേണ്ട വാഹനത്തെക്കുറിച്ചോ ഒന്നുമല്ല സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് സാമൂഹികപരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതും പാവപ്പെട്ട രോഗികൾക്കുള്ള വിഷയമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇത് പരിഹരിക്കപ്പെട്ടത്? അഹംഭാവം, അഹന്ത, തന്നെ വിമർശിക്കാൻ ആരും മുതിരരുത് എന്നുള്ള ചിന്ത. ഈ ഭൂമി ലോകത്തുള്ള എല്ലാ മനുഷ്യരും രോഗം വന്ന് മരിച്ചാലും തൻ്റെ ഇമേജിന് കോട്ടം വരരുത് എന്നുള്ള ചിന്ത. ആ ചിന്തയിൽ അദ്ദേഹത്തിൻ്റെ ഇമേജിനെ തകർക്കാൻ, അദ്ദേഹം നിഷ്കളങ്കനാണെന്നും സത്യസന്ധനുമാണെന്നുള്ള ഒരു ബോധ്യത്തെ സമൂഹത്തിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ അദ്ദേഹത്തിനെ കള്ളനാക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിനെതിരെ പത്രസമ്മേളനം നടത്താൻ ശ്രമിച്ചു. അദ്ദേഹത്തിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറാതെ അധികാരത്തിൻ്റെ അധികാരബലം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹം അധികാരത്തോടു കൂടെ തന്നെ നിൽക്കേണ്ടി വന്നു. കാരണം ജനാധിപത്യത്തിൽ ഇപ്പോൾ പവർ ബ്യൂറോക്രസിക്കാണ്.